മനുപ്പം ഇന്നലെ ശ്രീ എൻ സുബ്രഹ്മണ്യൻ നമ്മളോടൊപ്പം ചർച്ചയിലിരുന്നപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഞാൻ നേരത്തെ മനുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കാത്തതെന്ന്. കാരണം അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ചിത്രം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിലനിർത്തിയിരിക്കുന്ന ആ ചിത്രം രാജീവ് ചന്ദ്രശേഖരൻ പങ്കുവച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ ചിത്രം കൂടി പങ്കുവെക്കുന്നത് കൊണ്ട് അതിന് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. പക്ഷേ ആ ചിത്രവും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി മറ്റൊരർത്ഥം ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലുള്ള ചിത്രമാണ്. അതായത് അതിൽ അവർ രണ്ടുപേർ മാത്രമാണുള്ളത്. മുഖ്യമന്ത്രി വഴിമാറാൻ പറയുന്ന കൈയെടുത്തു കാണിക്കുന്ന ചിത്രം, അവിടെ കൈ കൂപ്പിയതിനു ശേഷം തിരിഞ്ഞു പോകാൻ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. പക്ഷെ അവർ രണ്ടുപേരുടെയും മാത്രം ചിത്രം എടുക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഒരു സ്വകാര്യ സംഭാഷണമോ ഒരു സ്വകാര്യമായ ജസ്റ്റോ ആയി അത് പരിഗണിക്കപ്പെടും. അത് ഒരുതരം മാനിപ്പുലേഷനാണ്. ആ ചിത്രം കണ്ടതിന് ശേഷം ആൾക്കാർ വിലയിരുത്തുന്നതിന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷെ ഞാൻ ഞങ്ങളുടെ വിലയിരുത്തൽ പറയാം. ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ചിത്രം എവിടെ നിന്നെങ്കിലും എടുത്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തതല്ല. ഇതെല്ലാം സംഭവിച്ച ദൃശ്യങ്ങളാണ്, കിട്ടിയതിൽ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്തതാണ്. സംഭവിച്ച ദൃശ്യങ്ങളാണ്, സംഭവിച്ച ദൃശ്യങ്ങളിൽ നിന്നെടുത്ത ചിത്രമാണ്. അതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. മുഴുവൻ ചിത്രമാണ്. സൂം ചെയ്യുന്ന ദൃശ്യത്തിൽ പോലും അവർ രണ്ടുപേരും മാത്രമായി വരുന്നില്ല. അതോടെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ധാരാളമുണ്ട്. കടകംപള്ളി സുരേന്ദ്രനുമായിട്ടിരിക്കുന്ന ചിത്രങ്ങളുണ്ട്. ഞാൻ പൂർത്തിയാക്കുന്നതിന് എനിക്ക് മടിയില്ലല്ലോ. ചിത്രങ്ങളുണ്ട്. രണ്ട്, ഈ MLA ആയിട്ടുള്ള CPM-ന്റെ ആൾക്കാർ ഇന്ന് ജയിലിലാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ്. ഞങ്ങൾ ഈ വിഷയവുമായി സോണിയാഗാന്ധിയെ കാണുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം ഞങ്ങൾ ഈ വിഷ്വലിൽ നിന്ന് എടുത്തു പങ്കുവച്ചതാണ്, ഞങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തതല്ല. ഇനി നിങ്ങൾ നോക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം എന്തിനാ അതിൽ നിന്ന് എടുത്തു ബാക്കിയുള്ളവരെ കൂടെ എടുത്തൂടെ എന്നുള്ളതാണ് ചോദ്യം. ഒരു കാര്യം ചെയ്യാൻ, ബാക്കിയുള്ളവരെയും കൂടെ ഇടാം. എല്ലാവരും കുറ്റക്കാരാണ്. ഞങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരെന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ കാണിക്കേണ്ടത്. അതുകൊണ്ട് അത് പോസ്റ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള ശരിക്കുള്ള ചിത്രമാണല്ലോ, അത് നിങ്ങൾക്ക് സംശയമില്ല. ബാക്കിയുള്ളവരെ കൂടെ പോസ്റ്റ് ചെയ്യാത്ത നിങ്ങളുടെ വിഷമം മനസ്സിലാക്കി നമ്മൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാം. പക്ഷെ ബാക്കി ആൾക്കാരെല്ലാം അതിൽ വന്നതുകൊണ്ടോ വന്നില്ലെങ്കിലോ പ്രസക്തമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഞങ്ങൾ പൊളിറ്റിക്കൽ പ്രസ്ഥാനമാണ്. വസ്തുതാപരമായുള്ള കാര്യങ്ങൾ എടുക്കും, ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് പറയാനുള്ളത് പറയും. അതിന് വസ്തുതയുടെ പിൻബലം ഉണ്ടാകും. അത് ഞങ്ങൾ പറഞ്ഞു, പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇതിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്തെങ്കിലും തരത്തിലുള്ള വ്യാജ ചിത്രം പങ്കുവെച്ച ഒരു ആരോപണം എനിക്കില്ല. ഇന്നലെ എൻ സുബ്രഹ്മണ്യം ഇവിടെ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ പേജിൽ പോയി ആ ചിത്രം എടുത്തു നോക്കി അത് രാജീവ് ചന്ദ്രശേഖർ ആ ചിത്രം വ്യാജമായി നിർമ്മിച്ചതല്ല എന്ന് ആ മൊമെന്റിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അതിലൂടെ ഒരു സന്ദേശം നിങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം സോണിയാഗാന്ധി ഒപ്പമുള്ള ചിത്രം നിങ്ങൾ ക്രോപ്പ് ചെയ്തിട്ടില്ല. തീർച്ചയായും ഞങ്ങൾക്കൊരു സന്ദേശം പങ്കുവെക്കാനുണ്ടല്ലേ ഞങ്ങൾ ഇത്രയും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നതും ഈ ഫോട്ടോ ഒക്കെ ഇടുന്നത്. അതിനെന്താ സംശയം? അത് ഒളിച്ചടത്തിയതല്ലോ, നേരെ പബ്ലിക് ഡൊമൈനിൽ ഞങ്ങൾ ഇട്ട പോസ്റ്റാണ്. ഞങ്ങൾക്കൊരു സന്ദേശം പറയാനുണ്ട്. ഇരു മുന്നണികളും കേരളത്തിൽ ഒരുമിച്ച് പോയി ഈ ക്ഷേത്രം ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കേസിൽ കേരളത്തിന്റെ ഭരണാധികാരി, ഏറ്റവും പ്രധാനപ്പെട്ടയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തമ്മിൽ വളരെ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുക ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി പോകുന്നത് ശരിയായ പ്രവണതയാണോ? ആ വീഡിയോ മുഴുവനായി കാണുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പേഴ്സണൽ മൊമെന്റ് അവർ ഷെയർ ചെയ്യുന്നില്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുഭാവം പ്രകടമാക്കുന്നില്ല. പക്ഷെ ആ ചിത്രങ്ങളിലൂടെ അത് അങ്ങനെ പങ്കുവെക്കപ്പെടുന്നുണ്ട്. അത് ശരിയായ പ്രവണതയാണോ? ഞാൻ ചോദിക്കട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് പിണറായി വിജയന് ബന്ധമുണ്ട് എന്ന് കാണിക്കാനാണ് ഞങ്ങളത് ഇട്ടതെന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നതിൽ ഞങ്ങൾക്ക് തെറ്റില്ല. ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ്, ഞങ്ങളുടെ വിശ്വാസം. അതിൽ ഞങ്ങൾക്ക് ക്ലാരിറ്റി കുറവില്ലല്ലോ. ക്ലാരിറ്റി കുറവുണ്ടെങ്കിലാണല്ലോ അത് അങ്ങനെ ഇടാമോ ഇത് ഞങ്ങളിത് കൊണ്ടുവന്നതല്ല. ഞങ്ങളുടെ ക്ലാരിറ്റി എന്താണ്? ആ ചിത്രം ഞങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തല്ല. അങ്ങ് തന്നെ സൂചിപ്പിച്ചു. ഇന്നലെ മാതൃഭൂമി അത് ഞാൻ കണ്ടതുമാണ്. അത് കൃത്യമായി നിങ്ങൾ പറയുന്നുണ്ട്. അത് വ്യാജ ചിത്രമല്ല, അത് ശരിക്കുള്ള ചിത്രമാണ്. അതിനി മാനിപ്പുലേറ്റ് ചെയ്യാത്തതല്ലാത്തത് കൊണ്ട്, ശരിക്കുള്ള ചിത്രം ആയതുകൊണ്ട് ഞങ്ങൾ ബോധപൂർവം അത് പോസ്റ്റ് ചെയ്തതാണ്, തുറന്നു കാണിക്കാൻ പോസ്റ്റ് ചെയ്തതാണ്.